സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി. ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രമായ ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിലെ ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ. 16ാം നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം തിങ്കളാഴ്ച. രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. ശ്രീകൃഷ്ണ കോളേജിൽ മണലൂർ, ഗുരുവായൂർ, കുന്നംകുളം നിയോജക മണ്ഡലങ്ങളിലെ വോട്ടുകളാണ് എണ്ണുന്നത്. ജൂബിലി ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ കൌണ്ടിംഗ് സ്റ്റേഷനുകളിൽ മണലൂർ, ഗുരുവായൂർ മണ്ഡലങ്ങളിലെയും മിനി ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ കുന്നംകുളം നിയോജക മണ്ഡലത്തിലെയും വോട്ടുകളാണ് കൌണ്ടിംഗ് നടത്തുക. 3 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണുന്നതിന് 60 ടേബിളുകളാണ് ആകെ സജ്ജമാക്കിയിട്ടുള്ളത്. ഒരു മണ്ഡലത്തിൽ 20 ടേബിളുകളാണ് ഉണ്ടാവുക. ഇതിൽ 14 എണ്ണം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണുന്നതിനും 6 എണ്ണം പോസ്റ്റൽ വോട്ടുകളും മുതിർന്ന പൌരന്മാരുടെ വീടുകളിലെത്തി രേഖപ്പെടുത്തിയ വോട്ടുകളും ഉൾപ്പെടെയുള്ളവ എണ്ണുന്നതിനാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. രാവിലെ 8 മണി മുതൽ ആരംഭിക്കുന്ന വോട്ടെണ്ണലിൽ പോസ്റ്റൽ ബാലറ്റുകളാണ് ആദ്യം എണ്ണുക. തുടർന്ന് 8:30യോടെയാണ് മെഷീനുകളിലെ വോട്ട് എണ്ണുന്നതിന് തുടക്കമാവുക. വോട്ട് എണ്ണിത്തുടങ്ങിയാൽ 9 മണിയോടെയാണ് കൃത്യവും വ്യക്തവുമായ ആദ്യ ബലസൂചനകൾ പുറത്തുവന്നു തുടങ്ങുക. മറ്റ് സാങ്കേതിക പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഉണ്ടായില്ലെങ്കിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപായി ഓരോ നിയോജക മണ്ഡലത്തിലെയും വോട്ടെണ്ണൽ പൂർത്തീകരിച്ച് ബലപ്രഖ്യാപനം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഉദ്യോഗസ്ഥർക്കുള്ളത്. വോട്ടെണ്ണുന്നതിന് വിവിധ സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ 7 മണിക്ക് മുൻപായി തന്നെ കൌണ്ടിംഗ് സ്റ്റേഷനുകളിൽ എത്തേണ്ടതുണ്ട്. ഏപ്രിൽ 9 നടന്ന തിരഞ്ഞെടുപ്പിന് ശേഷം കോളേജിൽ പ്രത്യേകം സജ്ജമാക്കിയ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിട്ടുള്ള വോട്ടിംഗ് മെഷീനുകൾ രാവിലെ കൌണ്ടിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കും. മണലൂർ നിയോജക മണ്ഡലത്തിൽ 235 ബൂത്തുകളാണുള്ളത്. ഇവിടെ 73.27% വോട്ട് രേഖപ്പെടുത്തിയെന്നാണ് കണക്ക്. ഗുരുവായൂരിൽ 70.35% വോട്ടാണ് 232 ബൂത്തുകളിലായി രേഖപ്പെടുത്തിയിട്ടുള്ളത്. കുന്നംകുളത്ത് 206 ബൂത്തുകളിലായി 74.08% വോട്ടും രേഖപ്പെടുത്തിയെന്നാണ് കണക്ക്. വോട്ടെടുപ്പ് കഴിഞ്ഞ് ഏകദേശം 1 മാസം പിന്നിടുന്ന ഘട്ടത്തിലാണ് ഫലപ്രഖ്യാപനം നടക്കുന്നത്. LDF തുടരുമെന്നോ UDF പടരുമെന്നോ താമര വിരിയുമെന്നോ അറിയാൻ ഇനിയുള്ളത് ചെറിയൊരു ഇടവേളയിലെ കാത്തിരിപ്പ് മാത്രം.